ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഹിന്ദി ഗ്രാമറിലെ ശബ്ദ വിചാർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററാണ് ശബ്ദ വിചാർ. ഫസ്റ്റ് തന്നെ ശബ്ദ വിചാർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഡെഫിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. शब्द विचार व्याकरण का वह विभाग है जिसमें शब्दों की उत्पत्ति, प्रकार, रूपांतर आदि का अध्ययन किया जाता है. അപ്പോൾ ശബ്ദ വിചാരം എന്ന് പറയുന്നത് വ്യാകരൺ, അതായത് ഗ്രാമറിലെ ഒരു ഭാഗമാണ്, ഒരു വിഭാഗമാണ്. അതിലെ ശബ്ദ അതായത് വാക്കിന്റെ ഉത്പത്തി എന്ന് വെച്ചാൽ ഉത്ഭവം, പ്രകാർ അതായത് ടൈപ്സ് ഓഫ് വേർഡ്സ്, അതേപോലെ തന്നെ രൂപാന്തർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഓരോ മാറ്റം, ഒരു വേർഡിൽ വരുന്ന മാറ്റം, ഇതിനെ കുറിച്ചെല്ലാം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഗ്രാമറിന്റെ ഭാഗമാണ് ശബ്ദ വിചാർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ശബ്ദ എന്താണെന്നാണ്, അതിന്റെ ഡെഫിനേഷനാണ്. അപ്പം ഈ ഡെഫിനേഷനൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ, കാരണം ഡെഫിനേഷൻ ചോദിക്കും. ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല, അപ്പൊ ഇതിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. ശബ്ദ വിചാരം എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാമറിന്റെ ഒരു ഭാഗമാണ്. അതിൽ വേർഡ്സിന്റെ ഉത്പത്തി, പ്രകാർ, അതുപോലെ തന്നെ രൂപാന്തരനെ കുറിച്ച് പഠിക്കുന്നു. അപ്പൊ ആ 3 വേർഡ്സ് ആണ് അവിടെ മെയിൻലി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഇനി ശബ്ദിന്റെ ഡെഫിനേഷൻ എന്താണ്, एक या एक से अधिक अक्षरों के सार्थक योग को शब्द कहते हैं. एक या एक से अधिक, ഒന്നോ ഒന്നിൽ കൂടുതലോ അക്ഷരങ്ങളുടെ സാർത്ഥക് യോഗ് അതായത് അർത്ഥപൂർണമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, അതിനെയാണ് ശബ്ദ എന്ന് പറയുന്നത്. ഇപ്പൊ മലയാളത്തിൽ നമ്മൾ ശബ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൗണ്ട് എന്നാണല്ലോ, പക്ഷെ ഹിന്ദിയിൽ ശബ്ദ എന്ന് വെച്ച് കഴിഞ്ഞാല് വാക്ക് എന്നാണ്, വേർഡ് എന്നാണ് കേട്ടോ. അതിന് എക്സാമ്പിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട് ആ, ചലോ, രാം എന്നൊക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ശബ്ദിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്, അതായത് വേർഡ്സിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. 4 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ अर्थ के आधार पर, सेकेंड वन व्युत्पत्ति के आधार पर, थर्ड वन उत्पत्ति के आधार पर, फोर्थ वन वाक्य में प्रयोग के आधार पर. അപ്പൊ അതില് ആദ്യത്തെയാണ് അർത്ഥ് കെ ആധാർ പർ, മീനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് വാക്കുകളുടെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോ അർത്ഥ് കെ ആധാർ പർ ശബ്ദോं के भेद, ഇങ്ങനെ അർത്ഥിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നതിൽ 3 ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് വൺ ആണ് വാചക്, സെക്കൻഡ് വൺ ലാക്ഷണിക്, थर्ड वन व्यंजक. ഇനി നമുക്ക് ഇത് ഓരോന്ന് എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ വാചക് शब्द. वाचक शब्द वे है जिनका एक मुख्य अर्थ होता है जो सुगमता से समझ में आता है, जैसे राम, गंगा, कहाँ, दौड़ना आदि. അപ്പൊ വാചക് ശബ്ദം എന്ന് പറയുന്നത് അതിന് മുഖ്യമായിട്ടുള്ള ഒരു അർത്ഥം ഉണ്ടായിരിക്കും, മെയിൻ ഒരു മീനിങ് ഉണ്ടായിരിക്കും, അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ ഫോർ എക്സാമ്പിൾ രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാം ഒരാളുടെ പേരാണെന്ന് നമുക്ക് മനസ്സിലാവും. ഗംഗ, പിന്നെ കഹ എന്ന് വെച്ചാൽ എവിടെ എന്നാണെന്ന് നമുക്ക് മനസ്സിലാവും. ദോഡ്ന ഓടുക. നെക്സ്റ്റ് വരുന്നത് लाक्षणिक शब्दाണ്. लाक्षणिक शब्द वे है जिनसे रूढ़ी के कारण या किसी प्रयोजन के लिए मुख्यार्थ से संबद्ध किसी अन्य अर्थ का बोध होता है. അപ്പോ लाक्षणिक शब्द വാചകിൽ നിന്നും എങ്ങനെയാണ് ഡിഫറെന്റ് ആവുന്നത്, വാചകില് ഡയറക്റ്റ് മീനിങ് ആണ് ഇംപ്ലൈ ചെയ്യുന്നത്, ലാക്ഷണികില് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു പ്രാക്ടീസ് കാരണം, രൂഢി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാക്ടീസ് കാരണം, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും രീതിയിൽ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു വരുന്ന വാക്കുകളാണ്. ഇപ്പൊ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ എന്താന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ജैसे रामू गधा है. इस वाक्य में गधे की मूर्खता का आरोप रामू पर किया गया है. രാമുവിന്റെ മൂർഖത അതായത് രാമുവിന്റെ വിഡ്ഢിത്വത്തെയാണ് രാമു ഗദാഹ എന്ന് പറയുന്നതിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താ ശരിക്കും പറയണേ, രാമു കഴുതയാണെന്ന്. അപ്പൊ കഴുത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, രാമു വിഡ്ഢിയാണെന്നാണെന്ന് നമുക്കറിയാം. അത് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ്, ലാക്ഷണിക് ശബ്ദം എന്ന് പറയുന്നത് ഈ ഗധ അല്ലെങ്കിൽ കഴുതയുടെ ലക്ഷണമാണ് വിഡ്ഢിത്തം എന്ന് നമുക്കറിയാം. അപ്പൊ ആ കഴുതയുടെ ലക്ഷണമായിട്ടുള്ള വിഡ്ഢിത്തത്തെ രാമുവിന്റെ മേലെ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരം വാക്കുകളെയാണ് ലാക്ഷണിക് ശബ്ദം എന്ന് പറയുന്നത്. इस वाक्य में गधे की मूर्खता का आरोप रामू पर किया गया है. मूर्खता गधे का लक्षण है.
मूर्ख के अर्थ में गधा शब्द का प्रयोग हुआ है, अतः इस वाक्य में गधा शब्द लाक्षणिक शब्द का उदाहरण है. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി മൂന്നാമത്തെ डिविजन ആണ് व्यंजक शब्द. व्यंजक शब्द वे है जिनका ना तो मुख्य अर्थ लिया जाता है ना लाक्षणिक, बल्कि जिनसे कोई गूढ़ या सांकेतिक अर्थ प्राप्त होता है. അപ്പോൾ വ്യഞ്ജക് ശബ്ദം എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ്ങും അല്ല പറയുന്നത്, ലാക്ഷണികമായിട്ടുള്ള മീനിങ്ങും അല്ല പറയുന്നത്, പക്ഷെ എന്തോ ഹിഡൻ ആയിട്ടുള്ള ഗൂഢമായിട്ടുള്ള ഒരു സങ്കേതം നൽകുന്നത് പോലെയുള്ള അർത്ഥമാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്, यदि कुरुक्षेत्र से भागकर आए हुए व्यक्ति को देखकर कहा जाए कि तुम बड़े बहादुर हो, तो यहाँ पर बहादुर बताकर उस व्यक्ति की कायरता की व्यंजना की गई है. എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുരുക്ഷേത്ര യുദ്ധത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു വരുന്ന ഒരു വ്യക്തിയോട് നമ്മൾ പറയാണ് തുമ്പടെ ബഹാദുർ ഹോ, നീ വളരെ ധൈര്യശാലിയാണല്ലോ, ധൈര്യവാനാണല്ലോ എന്ന്. അപ്പോൾ സത്യത്തിൽ അവിടെ ധൈര്യവാൻ എന്ന വാക്കാണ് ഉപയോഗിച്ചതെങ്കിലും അർത്ഥം എന്താണ് അവിടെ വരുന്നത്, നീ സത്യത്തിൽ ഒരു കായർ അഥവാ ഭീരു ആണല്ലോ എന്നാണ്. അപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന മീനിങ്ങിലാണ് നമ്മൾ അവിടെ അത് ഉദ്ദേശിച്ചത്, പരിഹസിക്കാൻ വേണ്ടിയിട്ട് പരിഹാസ്യ രൂപേണയാണ് ഉപയോഗിച്ചത്. അത്തരം ഗൂഢമായിട്ടുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് വ്യഞ്ജക് ശബ്ദം എന്ന് പറയുന്നത്. വ്യുത്പത്തി അഥവാ ബനാവട്ട് കെ ആധാർ പർ ശബ്ദ ഭേദ് എന്ന് പറയുന്നത്, ബനാവട്ട് അതായത് ആ വാക്ക് ഉണ്ടാക്കിയിട്ടുള്ള വാക്കിന്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിവിഷനാണ് നെക്സ്റ്റ് വരുന്നത്. അത്തരം 3 ഡിവിഷനാണ് വാക്കുകൾക്കുള്ളത്. ഫസ്റ്റ് വൺ രൂഢ്, സെക്കൻഡ് വൺ യൗഗിക, തേർഡ് വൺ യോഗരൂഢ്. അപ്പോൾ ഫസ്റ്റ് വൺ रूढ़ शब्द, जो शब्द सार्थक रूप से खंडित नहीं किए जा सकते और जिनका एक निश्चित अर्थ रूढ़ हो गया है, उन्हें रूढ़ शब्द कहते हैं. जैसे आंख, कान, नदी, नाला आदि. അപ്പോൾ ഒരു വാക്ക് അതിന് നമുക്ക് അർത്ഥവത്തായ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത്തരം വാക്കുകളെയാണ് റൂഡ് ശബ്ദം എന്ന് പറയുന്നത്. ഇത്തരം വാക്കുകൾക്ക് കുറെ കാലം നമ്മൾ പ്രയോഗിക്കുക വഴി ഒരു അർത്ഥം കിട്ടിയിട്ടുണ്ടായിരിക്കും, പിന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ ആഖ്, കാൻ എന്നൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ വരുന്നത്. ഇതിൽ ആഖിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആങ് പ്ലസ് ഖ് എന്നല്ലേ വരിക. അപ്പൊ ആ 2 വേർഡ്സിനും ഇൻഡിവിജ്വൽ ആയിട്ട് മീനിങ് ഒന്നുമില്ല. അപ്പൊ അത്തരം വാക്കുകളെയാണ് റൂഡ് ശബ്ദം എന്ന് പറയുന്നത്. സെക്കൻഡ് ആണ് യൗഗിക് ശബ്ദ്. യൗഗികിന്റെ മീനിങ് എന്താണ്, ജോയിന്റ് എന്നാണ്. അപ്പോൾ 2 വാക്കുകൾ യോജിപ്പിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സിംഗിൾ വേർഡിനെയാണ് നമ്മൾ യൗഗിക് ശബ്ദം എന്ന് പറയുന്നത്. ദോ ശബ്ദോ കെ योग അഥവാ മേൽ, मेल എന്ന് പറഞ്ഞ കോമ്പിനേഷൻ से बनने वाले शब्द यौगिक शब्द कहलाते हैं. അപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ दूध वाला എന്ന് പറഞ്ഞാൽ दूध പ്ലസ് വാല, പാഠശാല പാഠ് പ്ലസ് ശാല. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ दूध वाला എന്ന് പറഞ്ഞ വാക്കിനും അർത്ഥമുണ്ട്, അതിന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന दूध പ്ലസ് വാല. ഈ ദൂദിനും ഇൻഡിവിജ്വൽ ആയിട്ടൊരു അർത്ഥമുണ്ട്, വാല എന്ന് പറയുന്നതിനും ഉണ്ട്. അപ്പൊ അത്തരം വാക്കുകളെയാണ് യൗഗിക് ശബ്ദം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് യോഗരൂഢ് ശബ്ദം. ഈ യോഗരൂഢ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ऐसे शब्द जो यौगिक होने पर भी अपना सामान्य अर्थ छोड़कर വിശേഷ അർത്ഥ രഖ്തേ ഹെ. ഇത്തരം വാക്കുകൾ യൗഗികാണ്, അതായത് 2 വാക്കുകൾ ജോയിൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, പക്ഷെ അതിന്റെ സാമാന്യ അർത്ഥത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അർത്ഥമാണ് ഈ വാക്കുകൾക്ക് ഉണ്ടാവുക. ഇത്തരം വാക്കുകളെയാണ് യോഗരൂഢ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പങ്കജ് എന്ന് പറഞ്ഞ ഒരു വാക്ക്, അത് പങ്ക് പ്ലസ് ജ എന്ന് പറഞ്ഞ 2 വാക്കുകൾ ജോയിൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ സാമാന്യ അർത്ഥം എന്ന് പറയുന്നത് കീച്ചഡ് സെ ഉത്പന്ന എന്നാണ്, അതായത് ചെളിയിൽ നിന്നും ഉണ്ടായത്. പക്ഷെ ഇതിന്റെ വിശേഷ അർത്ഥം എന്ന് പറഞ്ഞാല് കമൽ എന്നാണ്, അതായത് താമര. അപ്പോൾ സാമാന്യ അർത്ഥം ഒന്നായിരിക്കും, യൗഗിക് ശബ്ദമായിരിക്കും, സാമാന്യ അർത്ഥം ഒന്നായിരിക്കും, വിശേഷ അർത്ഥം വേറെ ആയിരിക്കും. അങ്ങനത്തെ വാക്കുകളെയാണ് യോഗരൂഢ് എന്ന് പറയുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മുരളീധർ. മുരളീധറിന്റെ അർത്ഥം മുരളി ധാരൺ കർണേ വാല എന്നാണ്, അതായത് മുരളി ഓടക്കുഴൽ ധാരണം ചെയ്യുന്നവൻ എന്നാണ് സാമാന്യ അർത്ഥം. പക്ഷെ വിശേഷ അർത്ഥ കൃഷ്ണ എന്നാണ്. അതേപോലെ തന്നെ ലംബോദർ ന്റെ സാമാന്യ അർത്ഥ ലംബ ഹെ ഉദർ ജിസ്ക, അതായത് ആരുടെയാണോ ഉദരം നീണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വലുതായിരിക്കുന്നത് എന്നാണ്. പക്ഷെ അതിന്റെ വിശേഷ അർത്ഥ ഗണേഷ് എന്നാണ്. ഇത്തരം വാക്കുകളെയാണ് യോഗരൂഢ് എന്ന് പറയുന്നത്.
അപ്പൊ വ്യുത്പത്തി കെ ആധാർ പറിന്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. അടുത്തത് ഉത്പത്തി കെ ആധാർ പർ ശബ്ദഭേദ്, അതായത് ഒരു വാക്ക് എങ്ങനെ ഉദ്ഭവിച്ചു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പൊ ഇതിൽ 4 ടൈപ്പാണ് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കുക. ആദ്യത്തെ 2 ഇത് ഒരേ ഓർഡറിൽ തന്നെ പഠിക്കുക. അപ്പൊ അതിൽ ആദ്യത്തെ 2 ഒരുമിച്ചും പിന്നത്തെ 2 ഒരുമിച്ചും, അതായത് 2 സെറ്റാക്കി പഠിക്കുക. കാരണം അത് തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്, ഞാൻ പറയാട്ടോ. അപ്പൊ ഫസ്റ്റ് ആണ് തത്സം ശബ്ദ്. तत्सम शब्द എന്ന് പറഞ്ഞാൽ वे शब्द है जो संस्कृत से ज्यों के त्यों लिए गए हैं, जैसे अग्नि, पुत्र, स्वर्ग, ग्राम आदि. അപ്പോൾ संस्कृत से ज्यों के त्यों എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ നിന്നും അതേപടി എടുത്ത് ഹിന്ദിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വാക്കുകളാണ്. എക്സാമ്പിൾ ആണ് അഗ്നി, പുത്ര, സ്വർഗ്, ഗ്രാം എന്നൊക്കെ പറയുന്നത്. അടുത്തത് തദ്ഭവ്. അപ്പൊ തത്സം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്തത്. तद्भव എന്ന് പറഞ്ഞു കഴിഞ്ഞാല് वे शब्द है जो संस्कृत से विकृत यानी कि परिवर्तित होकर हिंदी में आ गए हैं. സംസ്കൃതത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട്, അതായത് പരിവർത്തനം വന്നിട്ട് ഹിന്ദിയിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള വാക്കുകളാണ് തദ്ഭവ്. അപ്പൊ ഇത് രണ്ടും, തത്സവും തദ്ഭവും, സംസ്കൃതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 ടൈപ്പാണ്. അപ്പൊ അത് ഒരുമിച്ച് പഠിക്കാം. ഇനി ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട്, തദ്ഭവിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് ആം. അതായത് സംസ്കൃതത്തിലെ ആമ്ര എന്ന് പറഞ്ഞ വാക്കിൽ നിന്നും വന്നിട്ടുള്ള ഒരു വാക്കാണ് ആം. അതുപോലെ സംസ്കൃതത്തിലെ അഗ്നി, അഗ്നി എന്നുള്ള വാക്കിൽ നിന്നും മാറ്റം വരുത്തിയിട്ട് ഹിന്ദിയിലേക്ക് വന്നിട്ടുള്ളതാണ് ആഗ്. സംസ്കൃതത്തിലെ ഷദ്, അതായത് 100, അതിന് മാറ്റം വരുത്തിയിട്ടാണ് ഹിന്ദിയിലെ സോ എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്ന 2 ഒരു സെറ്റായിട്ട് പഠിക്കുക. ഫസ്റ്റ് ദേശജ്, പിന്നെ വിദേശി. ഇപ്പൊ ദേശജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ദേശ്, വിദേശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഫോറിൻ, പുറത്തുനിന്ന് വന്നതാണ്. അപ്പൊ ദേശജ് എന്ന് പറയുമ്പോൾ देशज शब्द वे है जिनकी व्युत्पत्ति का पता नहीं चलता, वे अपने ही देश में बोलचाल से बने हैं, इसलिए उन्हें देशज कहते हैं, जैसे चिड़िया, कपड़ा, लोटा आदि. അപ്പോ ദേശജ് ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ദേശത്തിൽ തന്നെ ഉപയോഗിച്ച് പറഞ്ഞ് അങ്ങനെ ഹിന്ദിയുടെ ഭാഗമായിട്ട് വന്ന വാക്കുകളാണ്. അതിന്റെ വ്യുത്പത്തി, അതായത് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ആ വേർഡിന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്നൊന്നും ആർക്കും വലിയ ധാരണ ഇല്ല. അതെങ്ങനെയാന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിങ്ങനെ പറഞ്ഞ് ആഡ് ചെയ്ത് വന്ന വാക്കുകളാണ്. എക്സാമ്പിൾ ആയിട്ട് ചിടിയ, കപ്പിട എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ലാസ്റ്റത്തെ ഡിവിഷനാണ് വിദേശി ശബ്ദ്. അപ്പൊ മറ്റ് ഭാഷകളിൽ നിന്നും വന്നിട്ടുള്ള വാക്കുകളെയാണ് വിദേശി ശബ്ദം എന്ന് പറയുന്നത്. ജോ ശബ്ദ് അംഗ്രേസി, ഫ്രഞ്ച്, പുർത്തുഗാലി, അറബി, ഫാർസി, തുർക്കി ആദി വിദേശി ഭാഷാओं से आए हैं, उन्हें विदेशी शब्द कहते हैं. അംഗ്രേസി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, പിന്നെ അതുപോലെ തന്നെ ഫ്രഞ്ച്, പുർത്തുഗാലി എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ്, അതുപോലെ തന്നെ അറബി, ഫാർസി, തുർക്കി, ഈ ഭാഷകളിൽ നിന്നൊക്കെ ഹിന്ദിയിലേക്ക് വന്നിട്ടുള്ള വാക്കുകളെയാണ് വിദേശി ശബ്ദം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. കിതാബ്, ജില, തഹസീൽ ആദി. ഇനി അവസാനത്തെ ക്ലാസിഫിക്കേഷൻ ആണ് പ്രയോഗ് കെ ആധാർ പർ ശബ്ദഭേദ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസില് ഈ വാക്ക് ഉപയോഗിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിൽ 2 ടൈപ്പാണ് വികാരി ശബ്ദം, അവികാരി ശബ്ദം. विकारी शब्द എന്ന് പറയുന്നത് जिन शब्दों में लिंग, वजन, कारक आदि के अनुसार विकार अथवा परिवर्तन होता है उन्हें विकारी शब्द कहते हैं. അതായത് ഒരു സെന്റൻസിൽ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ സെന്റൻസിലെ ലിംഗ്, വചൻ, കാരക് ഇതിനനുസരിച്ചിട്ട് ആ വാക്കിന് മാറ്റം വരുന്നുണ്ടെങ്കിൽ അത്തരം വാക്കുകളെയാണ് വികാരി ശബ്ദം എന്ന് പറയുന്നത്. അപ്പൊ ലിംഗ്, വചൻ, കാരകൊക്കെ എന്താന്ന് അടുത്ത് വരുന്ന ചാപ്റ്റേഴ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അതുകൊണ്ട് ഇവിടെ അതിനെ കുറിച്ചൊന്നും എക്സ്ട്രാ പറയുന്നില്ല കേട്ടോ. വികാരി ശബ്ദ 4 പ്രകാർ കെ ഹെ. സംജ്ഞ, സർവനാം, വിശേഷൺ, ക്രിയ. അപ്പൊ വികാരി ശബ്ദം 4 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ സംജ്ഞ, സെക്കൻഡ് സർവനാം, ദെൻ തേർഡ് വിശേഷൺ, ഫോർത്ത് ക്രിയ.
ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അവികാരി ശബ്ദമാണ്. അപ്പൊ അവികാരി ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരി ശബ്ദത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. जिन शब्दों में लिंग वजन कारक आदि के अनुसार विकार अथवा परिवर्तन नहीं होता है उन्हें अविकारी शब्द कहते हैं. ലിംഗ് വചൻ കാരകിനനുസരിച്ചിട്ട് ഈ വാക്കിന് മാറ്റങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ അത്തരം വാക്കുകളെയാണ് അവികാരി ശബ്ദം എന്ന് പറയുന്നത്. അവികാരി ശബ്ദ भी 4 प्रकार के होते हैं. क्रिया विशेषण, संबंध बोधक, समुच्चय बोधक, विस्मयादि बोधक. അപ്പോ ഈ അവികാരി ശബ്ദം 4 ടൈപ്പാണുള്ളത്. ക്രിയാവിശേഷൻ, സംബന്ധ ബോധക്, സമുച്ചയ ബോധക്, വിസ്മയാദി ബോധക്. ഇനി ഇതൊക്കെ വരുന്ന ചാപ്റ്റേഴ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. സത്യത്തിൽ ശബ്ദ വിചാർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് കേട്ടോ. ഇപ്പൊ നെക്സ്റ്റ് വരുന്ന ചാപ്റ്റേഴ്സിൽ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ അത് കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.